നമ്മളിന്ന് വാൽപ്പാറയിലേക്ക് എത്തിയപ്പോൾ തന്നെ കണ്ട കാഴ്ച നോക്കി. ഷോളയാർ ഡാമിൻ്റെ സൈഡിൽ തന്നെ ഒരു കൂട്ടാനകൾ. വാൽപ്പാറയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇതാണ്. വൈൽഡ് ലൈഫും തേയിലത്തോട്ടവും ഡാമിൻ്റെ കാഴ്ചകളും എല്ലാം മിക്സ് ചെയ്ത് കാണാൻ പറ്റും. അപ്പോൾ നമ്മളിന്ന് പോകുന്നത് വാൽപ്പാറയിലെ മെയിനായിട്ടുള്ള സ്ഥലങ്ങളിലേക്കൊന്നുമല്ല, അധികാരം അറിയാത്ത അണലി എസ്റ്റേറ്റിലേക്കാണ്. അവിടുത്തെ ബ്രിട്ടീഷ് ബംഗ്ലാവിൽ താമസിച്ച് എസ്റ്റേറ്റ് വിസിറ്റ് ചെയ്ത് കണ്ട കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വാൽപ്പാറയിലെ വരട്ടുപ്പാറ എന്ന സ്ഥലത്ത് നിന്നാണ് നമുക്ക് അണലി എസ്റ്റേറ്റിലേക്ക് തിരിയേണ്ടത്. വാൽപ്പാറ ഷോളയാർ റൂട്ടിൽ കാപ്പിത്തോട്ടങ്ങൾ കാണാൻ പറ്റുന്ന ഏക സ്ഥലമാണ് വരട്ടുപ്പാറ. അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും തിരിയേണ്ട സ്ഥലം. പിന്നെ ഇവിടെ സൈൻ ബോർഡും കാണാം. ഷോളയാറിൽ നിന്ന് വരുമ്പോൾ നമുക്ക് ലെഫ്റ്റിലേക്കാണ് തിരിയേണ്ടത്. ഈ ട്രിപ്പിൽ ഏറ്റവും രസകരമായിട്ടുള്ളത് ഈ പോണ വഴിയാണ്. ഏകദേശം 5 കിലോമീറ്റർ കാടിനുള്ളിലൂടെയുള്ള യാത്രയാണ്. ഭയങ്കര രസമാണ് കാണാൻ. പോണ വഴിക്ക് ഈ സ്ട്രീം ക്രോസ് ചെയ്തിട്ട് വേണം നമുക്ക് എസ്റ്റേറ്റിലേക്ക് എത്താൻ. ഇവിടുത്തെ ഒരു ആംബിയൻസ് ശരിക്കും നമ്മളെ കുറച്ച് നേരം ഇവിടെ എന്തായാലും പിടിച്ചു നിർത്തും. അത്രയ്ക്കും മനോഹരമാണ്. പിന്നെ ഈ റൂട്ടിൽ എസ്റ്റേറ്റിലെ വാഹനങ്ങളല്ലാതെ പുറത്തു നിന്നുള്ള വാഹനങ്ങളൊന്നും ഉണ്ടാവില്ല. ആകെ പുറത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ ഇവിടെ ബുക്ക് ചെയ്തു വരുന്ന ഗസ്റ്റുകളുടെ വാഹനങ്ങളാണ്. ഫോറസ്റ്റ് റൂട്ട് ആയതുകൊണ്ട് ഇതുപോലെ ഇടയ്ക്ക് വൈൽഡ് ലൈഫ് കാഴ്ചകൾ കാണാനുള്ള നല്ല ചാൻസ് ഉണ്ട്. ഈ നീലഗിരി ലങ്കൂറുകളെ നമുക്ക് വാൽപ്പാറയിൽ ഒരുപാട് സ്ഥലത്ത് കാണാൻ പറ്റാറുണ്ട്. ഏകദേശം അതിരപ്പള്ളി വാൽപ്പാറ റൂട്ടിനോട് സാമ്യമുള്ള ഒരു വഴി തന്നെയാണ് ഇതും. റോഡിന് വീതി കുറവാണെങ്കിലും വളരെ മോശമായിട്ടുള്ള ഒരു വഴിയൊന്നുമല്ല, അത്യാവശ്യം നല്ല വഴി തന്നെയാണ്. ഇതാണ് കോമൺ ഹോക്ക് കുക്കു, കുയിലുകളുടെ ഒരു വെറൈറ്റി. കാട്ടിലും കാടിനോട് ചേർന്നുള്ള സ്ഥലങ്ങളിലാണ് ഇവരെ കൂടുതലും കാണാറുള്ളത്. അതുകൊണ്ട് തന്നെ മലയാളത്തിൽ ഇവരുടെ പേര് പേക്കുയിൽ എന്നാണ്. വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിക്ക് പേര് കേട്ട സ്ഥലമാണ് ഈ അണലി എസ്റ്റേറ്റ്. അതുകൊണ്ട് തന്നെ ഫോട്ടോഗ്രാഫേഴ്സിന് ഈ സ്ഥലം സുപരിചിതമായിരിക്കും. മെയിനായിട്ട് മലമുഴക്കി വേഴാമ്പലുകളുടെ ഫോട്ടോസ് എടുക്കാനാണ് ഇവിടെ കൂടുതൽ പേരും വരാറുള്ളത്. നവംബർ മാസത്തിൽ ഇവിടേക്ക് കൂട്ടത്തോടെ വേഴാമ്പലുകൾ എത്താറുണ്ട്. ആ ഒരു ടൈമിൽ നമുക്കിവിടെ റൂം കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുമാത്രമല്ല, ആകെ 3 റൂം മാത്രമേ ഉള്ളൂ ഇവിടെ. അങ്ങനെ നമ്മൾ കാടിൻ്റെ കാഴ്ച കഴിഞ്ഞ് മനോഹരമായിട്ടുള്ള അണലി എസ്റ്റേറ്റിലേക്ക് പ്രവേശിക്കുകയാണ്. ഇനി ഇവിടുന്ന് മൊത്തം തേയിലത്തോട്ടത്തിൻ്റെ കാഴ്ചകളാണ്. അപ്പോൾ ഇത്രയും നേരം വന്ന റൂട്ടിലെ പോലെ കാടിൻ്റെ നിയന്ത്രണങ്ങളൊന്നും ഇനി ഇവിടെ ഇല്ല. നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്തെല്ലാം വണ്ടി നിർത്തി കാഴ്ചകളൊക്കെ ആസ്വദിക്കാം, ഇഷ്ടംപോലെ ഫോട്ടോസും എടുക്കാം. അതിനുള്ള പെർമിഷൻ നമ്മൾ ഈ സ്റ്റേ ബുക്ക് ചെയ്യുമ്പോൾ തന്നെ ഓൾറെഡി ഇൻക്ലൂഡ് ആയിരിക്കും. തേയിലത്തോട്ടത്തിനിടയ്ക്ക് ഇതുപോലെ ചെറിയ അരുവികൾ നമുക്ക് കാണാൻ പറ്റും. എവിടെയായാലും തേയിലത്തോട്ടം തന്നെ കാണാൻ ഒരു പ്രത്യേക രസമാണ്. അപ്പോൾ അതിനിടയ്ക്ക് ചെറിയ അരുവികൾ കൂടി ഉണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ ഒരു ഭംഗി ഒന്ന് ആലോചിച്ച് നോക്കി. പിന്നെ ഇവിടെ ശ്രദ്ധിക്കപ്പെട്ട ഒരു കാര്യം, ക്രൗഡ് എന്നൊരു സംഭവം ഇവിടെ ഇല്ല. നമ്മൾ ഹോളിഡേയ്സിൽ ഇപ്പോൾ എവിടെ പോയാലും ഒന്ന് വണ്ടി പാർക്ക് ചെയ്യാനോ കാഴ്ച ആസ്വദിക്കാനോ പറ്റാത്ത തരത്തിലുള്ള തിരക്കാണ് മിക്ക ടൂറിസ്റ്റ് സ്ഥലങ്ങളിലും. അപ്പോൾ ഹോളിഡേയ്സിൽ വരാൻ പറ്റിയ നല്ലൊരു സ്ഥലമായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ഈ എസ്റ്റേറ്റിൽ ആകെ ഉള്ളത് ഈ ബംഗ്ലാവ് സ്റ്റേയും ഇവിടെയുള്ള ജോലിക്കാരുടെ ലയങ്ങളും പിന്നെ ഈ എസ്റ്റേറ്റിൻ്റെ ആവശ്യങ്ങൾക്കുള്ള കുറച്ച് വാഹനങ്ങളും മാത്രമാണ്. അതുകൊണ്ട് തന്നെ വലിയൊരു ട്രാഫിക് നമുക്ക് ഇവിടെ അനുഭവപ്പെടുന്നില്ല. അപ്പോൾ ഇതാണ് അണലി എസ്റ്റേറ്റ് ബംഗ്ലാവ്. ഫ്രണ്ടിൽ തന്നെ നമ്മുടെ വാഹനം പാർക്ക് ചെയ്യാം. ഇവിടെ നിന്നുള്ള കാഴ്ച നോക്കിയേ, എത്ര മനോഹരമാണ്. തേയിലത്തോട്ടവും അതിൻ്റെ പുറകിൽ റിസർവ് ഫോറസ്റ്റും. ഞാനിവിടെ എത്തുന്നത് വരെ വിചാരിച്ചിരുന്നത് ഇതൊരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫിക്ക് പറ്റിയ ഏരിയ മാത്രമാണെന്നാണ്. പക്ഷേ അങ്ങനെയല്ല കേട്ടോ. നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസ് പോലുള്ള സ്ഥലമാണ്. ഫാമിലി ആയിട്ട് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലം. ഏകദേശം നമ്മൾ 2 വർഷം മുമ്പ് പോയ വാലി വ്യൂ ബംഗ്ലാവിലെ കാഴ്ച പോലെ തന്നെയാണ് ഇവിടെയും. ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇതാണ് ബംഗ്ലാവിലേക്ക് കയറുമ്പോൾ തന്നെയുള്ള സ്ഥലം. പിന്നെ വാൽപ്പാറയിൽ നമ്മൾ പോയ ഏത് ബംഗ്ലാവ് സ്റ്റേ ആണെങ്കിലും നീറ്റ്നെസ്സിനെ കുറിച്ച് ടെൻഷൻ അടിക്കേണ്ടി വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ റേറ്റും കുറച്ച് കൂടുതലായിരിക്കും. 7500 രൂപയാണ് ഞങ്ങൾ 2 പേർക്ക് ഇവിടെ ചിലവായത്. അതിൽ ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റും ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു.
ഇനി എക്സ്ട്രാ ഒരാളുണ്ടെങ്കിൽ 2000 രൂപയാണ് ഫുഡ് ഉൾപ്പെടെയുള്ള എക്സ്ട്രാ പേഴ്സൻ്റെ ചാർജ്. ഇനി ഫുഡൊന്നും വേണ്ട, സ്റ്റേ മാത്രം മതിയെന്നുണ്ടെങ്കിൽ 5500 രൂപയ്ക്ക് 2 പേർക്ക് ഇവിടെ താമസിക്കാം. ഇനി ഈ എസ്റ്റേറ്റിലൂടെ ഒരു റൗണ്ട് സൈക്കിൾ ചവിട്ടാൻ ആഗ്രഹമുള്ളവർക്ക് അതിനുവേണ്ടി ഇവിടെ 2 സൈക്കിൾ റെഡിയാണ്. എസ്റ്റേറ്റിനുള്ളിലൂടെ ഒരുപാട് വഴികളുണ്ട് നമുക്ക് ചുറ്റിക്കറങ്ങാനായിട്ട്. ഫുൾ ടൈം കിളികളുടെ ശബ്ദമൊക്കെ ആയിട്ട് നല്ലൊരു ആംബിയൻസാണ്. ബംഗ്ലാവിൻ്റെ തൊട്ട് മുന്നിൽ തന്നെ ഇഷ്ടംപോലെ അവക്കാട ഉണ്ടായി നിൽക്കുന്നുണ്ട്. പിന്നെ വലിയ ടേസ്റ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് ആരും പറിച്ച് കഴിക്കണമൊന്നുമില്ല. ഇനി കുട്ടികളുടെ സന്തോഷത്തിന് വേണ്ടി ബംഗ്ലാവിൻ്റെ സൈഡിൽ തന്നെ ഒരു പ്ലേ ഗ്രൗണ്ട് ഉണ്ട്. ഇങ്ങനെ കുറച്ച് റൈഡുകളുള്ളത് കൊണ്ട് അവരും ഇവിടെ ഹാപ്പിയാണ്. അങ്ങനെ ഈവനിങ് ടീ കഴിഞ്ഞ് 4 മണിയോടുകൂടി നമ്മൾ എസ്റ്റേറ്റ് വിസിറ്റ് ചെയ്യാൻ പോവുകയാണ്. പോണ വഴി ഓഫ് റോഡ് ആയതുകൊണ്ട് ഗ്രൗണ്ട് ക്ലിയറൻസ് കുറഞ്ഞ വാഹനങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ വേണമെങ്കിൽ എസ്റ്റേറ്റിൻ്റെ വാഹനത്തിൽ നമുക്കിവിടെ ചുറ്റിക്കറങ്ങാൻ പറ്റും. അതിന് എക്സ്ട്രാ ക്യാഷ് അടച്ചാൽ മതി. ഇതൊക്കെ നമ്മൾ പോണ വഴിക്ക് കാണാൻ പറ്റുന്ന ചെറിയ വെള്ളച്ചാട്ടങ്ങളാണ്. സൈറ്റ് സീയിങ്ങിന് ഇറങ്ങിയപ്പോൾ തന്നെ ചെറുതായിട്ട് മഴ പെയ്തു തുടങ്ങി. പക്ഷെ അതും ഒരു ആസ്വാദനമായിരുന്നു. ബേർഡ് ഫോട്ടോഗ്രാഫിക്ക് വേണ്ടി വരുന്നവർ ഗൈഡിൻ്റെ സഹായത്തോടെയാണ് ഇവിടേക്ക് വരുന്നത്. പക്ഷേ ക്യാമറ ഒന്നും ഇല്ലെങ്കിൽ പിന്നെ ഗൈഡിൻ്റെ ആവശ്യം വരുന്നില്ല നമുക്ക്. കാരണം അതിനും നമ്മൾ എക്സ്ട്രാ ക്യാഷ് പേ ചെയ്യേണ്ടതുണ്ട്. ഈ ഒരു കാഴ്ച നോക്കി, മൊത്തം മലബാർ സ്റ്റാർലിംഗ് ആണ്. പിന്നെ കുറച്ച് വെർണൽ ഹാങ്ങിങ് പാരറ്റും ഉണ്ട്. വാൽപ്പാറയിൽ ഒരുപാട് ടൂറിസ്റ്റ് സ്പോട്ടുകളൊന്നും ഇല്ലെങ്കിലും പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ അടിപൊളിയാണ്. അടുത്തതായി ഈ എസ്റ്റേറ്റ് വിസിറ്റിൽ കാണാൻ പറ്റുന്ന ഒരു ഗംഭീര കാഴ്ചയാണ് ഈ വെള്ളച്ചാട്ടം. അത്യാവശ്യം നല്ല ഉയരം കൂടിയൊരു വെള്ളച്ചാട്ടം തന്നെയാണ്. മഴക്കാലത്ത് ഒരു പക്ഷെ ഒന്നുകൂടി മനോഹരമായിരിക്കും. കാരണം വെള്ളത്തിൻ്റെ അളവും കാടിൻ്റെ പച്ചപ്പൊക്കെ വളരെ കൂടുതലായിരിക്കും. ശരിക്കും കാടിന് നടുക്കുള്ള ഒരു എസ്റ്റേറ്റാണ് ഈ അണലി എസ്റ്റേറ്റ്. കാടിനുള്ളിലൂടെ യാത്ര ചെയ്ത് മാത്രമേ നമുക്കിവിടെ എത്താൻ പറ്റുള്ളൂ. അതുപോലെ നമ്മൾ ഈ പോണ വഴി മൊത്തം കാടിനോട് ചേർന്ന് തന്നെയാണ്. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് മൊത്തം റിസർവ് ഫോറസ്റ്റാണ്. ഈ എസ്റ്റേറ്റിലെ അടുത്തൊരു ഹൈലൈറ്റ് ആയിട്ടുള്ള സ്ഥലമാണ് ഈ കാണുന്നത്. ഭയങ്കര രസമാണ് ഈ ഒരു ഏരിയ കാണാൻ. ചെറിയൊരു സ്ട്രീമും പാലവും പിന്നെ സ്ലോപ്പായിട്ടുള്ളൊരു വെള്ളച്ചാട്ടം. തേയിലത്തോട്ടത്തിലൂടെ ഒഴുകി വന്ന് നേരെ കാട്ടിലേക്കാണ് ഈ വെള്ളം പോകുന്നത്. വേണമെങ്കിൽ നമുക്കൊന്ന് കുളിക്കാൻ പറ്റിയൊരു സ്ഥലമാണിത്. ചില സ്ഥലത്ത് ഇതുപോലെ കോൺക്രീറ്റ് ചെയ്ത റോഡാണ്. എന്നാലും കൂടുതൽ ഭാഗവും മണ്ണ് റോഡ് തന്നെയാണ്. നമ്മുടെ വാഹനം ഇതുവരെ വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. എന്തായാലും ശ്രദ്ധിച്ചില്ലെങ്കിൽ അടിത്തട്ടാനുള്ള നല്ല ചാൻസ് ഉണ്ട്. ഇതുപോലുള്ള കാഴ്ചകളാണ് ഈ എസ്റ്റേറ്റിൽ മൊത്തം നമുക്ക് കാണാനുള്ളത്. പിന്നെ വൈൽഡ് ലൈഫ് കാഴ്ചകളും. അതിൽ മൃഗങ്ങളെക്കാൾ കൂടുതൽ പക്ഷികളാണ് ഇവിടെ. ചെറുതായിട്ട് മഴയുള്ളത് കൊണ്ടാണോ എന്നറിയില്ല, എന്തായാലും അനിമൽ സൈറ്റിങ് വളരെ കുറവാണിന്ന്. സാധാരണ വൈൽഡ് ഗൗർ, സാമ്പാർ ഡീർ, ആന ഇതൊക്കെയാണ് ഈ എസ്റ്റേറ്റിൽ കോമൺ ആയിട്ട് കാണുന്നത്. ഇതാണ് ഗോൾഡൻ ഫ്രണ്ടഡ് ലീഫ് ബേർഡ്. സാധാ ലീഫ് ബേർഡുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവരുടെ നെറ്റിയിലൊരു ഗോൾഡൻ കളർ ഉണ്ടാവും. മെയിലിനാണ് ഇത്ര ഡാർക്ക് കളർ, ഫീമെയിൽ കുറച്ച് ലൈറ്റ് കളറായിരിക്കും. വേറെ അധികം വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. അങ്ങനെ രാത്രിയായി തുടങ്ങിയപ്പോഴേക്കും നമ്മൾ റൂമിലേക്ക് തിരിച്ചെത്തി. ഏകദേശം 3 മണിക്കൂർ കറങ്ങി കാണാനുള്ള കാഴ്ചകളുണ്ട്. നല്ല മനോഹരമായിട്ടുള്ള വെറൈറ്റി കാഴ്ചകൾ തന്നെയാണ്. വേണമെങ്കിൽ നമുക്ക് ഈ റൂട്ടിലൊക്കെ നൈറ്റ് ഡ്രൈവിന് വരാൻ പറ്റും. ഒരു വാഹനത്തിൽ 7 പേർക്ക് വരെ പോവാം. 2500 രൂപയാണ് ചാർജ്. ഏകദേശം 2.5 മണിക്കൂർ രാത്രി ഈ എസ്റ്റേറ്റ് കറങ്ങി കാണാം. വന്യമൃഗങ്ങളെ കാണാനുള്ള ചാൻസ് കൂടുതലായിരിക്കും ഈ ഒരു ടൈമിൽ. അതുകൊണ്ട് തന്നെ ഒരു അഡ്വഞ്ചർ യാത്രയാണത്. ഇവിടെ ഡിന്നറിന് പ്രത്യേകിച്ച് ടൈമൊന്നുമില്ല. നമ്മൾ പറയുന്ന ടൈമിന് അവരവിടെ ഫുഡ് റെഡിയാക്കിയിട്ടുണ്ടാവും. അപ്പോൾ ചപ്പാത്തി, ചിക്കൻ കറി, വെജ് പുലാവ്, ദാൽ ഫ്രൈ, പിന്നെ ഒരു ഫ്രൂട്ട് സലാഡ്, ഇതൊക്കെയാണ് ഡിന്നറിലുണ്ടായിരുന്ന ഐറ്റംസ്. ഇവിടെ ഇന്ത്യയിലുള്ള വൈൽഡ് ലൈഫ് സാങ്ച്വറികളുടെ ഒരു മാപ്പ് കാണാം. ഓരോ സാങ്ച്വറിയിലും സംരക്ഷിക്കപ്പെടുന്ന ജീവികളുടെ പടവും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് വന്ന ദിവസത്തെ അനുഭവങ്ങൾ. ഇനി നമുക്ക് പിറ്റേന്ന് രാവിലത്തെ കുറച്ച് കാഴ്ചകളൊന്ന് കണ്ടു നോക്കാം.
കിളികളുടെ ഒരു താഴ്വരയാണ് ശരിക്കും ഇത്. തൊട്ടടുത്ത് തന്നെ ഫോറസ്റ്റ് ആയതുകൊണ്ട് അവിടെ നിന്നുള്ള ബേഡ്സിൻ്റെ ശബ്ദം മൊത്തം നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് തന്നെ കേൾക്കാൻ പറ്റുന്നുണ്ട്. ഇവിടെ രാവിലെ 7 മണിയായപ്പോഴേക്കും ഈ എസ്റ്റേറ്റിലെ ജോലിക്കാർ അവരുടെ ജോലി തുടങ്ങി. അതുകൊണ്ട് തന്നെ നമുക്ക് ധൈര്യമായിട്ട് മോർണിംഗ് വാക്കിന് പോവാം. കാരണം വന്യമൃഗങ്ങളൊക്കെ കാട് കയറിയിട്ടുണ്ടാവും. രാത്രി മൃഗങ്ങളും പകലും മനുഷ്യരും ആയിരിക്കും ഈ എസ്റ്റേറ്റിൽ. നമ്മൾ വന്ന അതേ റൂട്ടിലാണ് ഇപ്പോൾ ഈ നടക്കാൻ പോണത്. ഇന്നലെ ഈവനിങ് റൈഡിന് പോയത് ഇവിടെ നിന്ന് 1 കിലോമീറ്റർ കൂടി പോയി റൈറ്റിലേക്ക് തിരിയും. അവിടെ നിന്ന് കാടിൻ്റെ സൈഡിലൂടെ കറങ്ങി ബംഗ്ലാവിൻ്റെ ബാക്ക് വശത്തെത്തും. അതാണ് നമ്മുടെ ബംഗ്ലാവ്. അതിൻ്റെ ഫ്രണ്ടിൽ നിന്നാൽ കാണുന്ന കാഴ്ചയാണ് ഇതെല്ലാം. എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? വഴിയുടെ റൈറ്റ് സൈഡിൽ കാണുന്നത് മൊത്തം കാപ്പിത്തോട്ടാണ്. നല്ല രസമാണ് കേട്ടോ രാവിലെ തന്നെ ഈ ഒരു ആംബിയൻസിൽ ഇവിടെ ഇറങ്ങി നടക്കാനായിട്ട്. പ്രത്യേകിച്ച് വേറെ വാഹനങ്ങളൊന്നും ഇല്ലാത്ത സ്ഥലമായതുകൊണ്ട് നമ്മുടെ ഇഷ്ടത്തിന് നടക്കാം. ഇതിവിടെ താമസിക്കുന്നവർ ആരാധിക്കുന്ന ഒരു കൊച്ചു ക്ഷേത്രമാണ്. ശരിക്കും ഇതുപോലുള്ള ആംബിയൻസിൽ ആരാധനാലയങ്ങൾ കാണുന്നത് തന്നെ ഒരു പോസിറ്റീവ് എനർജിയാണ്. ക്ഷേത്രത്തിൻ്റെ സൈഡിലൂടെയുള്ള വഴിക്ക് ഏകദേശം 200 മീറ്റർ കൂടി നമുക്ക് പോകാൻ പറ്റും. അവിടെ ഒരു ഗേറ്റ് ഉണ്ട്, അതാണ് അതിർത്തി. നല്ല ഭംഗിയുള്ള സ്ഥലം തന്നെയാണ്. അവിടെ നിന്നപ്പോൾ കാടിനകത്തൊരു വൈൽഡ് കവർ. രാത്രിയിലെ എസ്റ്റേറ്റ് വിസിറ്റൊക്കെ കഴിഞ്ഞ് കാട് കയറി പോകുന്നതാണ് പുള്ളി. അവിടെ നിന്ന് തിരിച്ചു വന്നപ്പോൾ കണ്ടതാണ് സൺറൈസിൽ നമ്മുടെ ബംഗ്ലാവിൻ്റെ കാഴ്ച. പിന്നീട് നമ്മൾ പോയത് ബംഗ്ലാവിൻ്റെ ബാക്ക് വശത്തേക്കാണ്. ഇതിലൂടെയാണ് നമ്മൾ ഇന്നലെ റൈഡ് പോയിട്ട് തിരിച്ചു വന്നത്. ഫുൾ ടൈം ഈ എസ്റ്റേറ്റിൽ ജോലിക്കാരുണ്ട് കേട്ടോ. നമ്മുടെ ബംഗ്ലാവിൻ്റെ ഫ്രണ്ടിലേക്കാളും മനോഹരമായിട്ടുള്ള തേയിലത്തോട്ടം ദേ ഇവിടെയാണ്. എന്ത് ഭംഗിയാണ് നോക്കി. പക്ഷേ ഇവിടേക്ക് വരാനായിട്ട് കുറച്ച് കൂടുതൽ നടക്കാനുണ്ട്. മാത്രമല്ല നല്ല കയറ്റമുണ്ട്. വാൽപ്പാറയിൽ വന്നാൽ പിന്നെ എവിടെ തിരിഞ്ഞാലും തേയിലത്തോട്ടത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മൊത്തം മലയായിരിക്കും. അതൊരു രസമുള്ള കാഴ്ച തന്നെയാണ്. അങ്ങനെ അവിടെ നിന്ന് തിരിച്ചു വരുമ്പോൾ ബംഗ്ലാവിൻ്റെ അടുത്തുള്ളൊരു മരത്തിൽ കണ്ടതാണ് ഈ ഒരു കൂട്ടം വേഴാമ്പലുകൾ. മലമുഴയ്ക്കല്ല കേട്ടോ, കോഴി വേഴാമ്പലുകളാണ്. മലബാർ ഗ്രേഹോണ്ട്. ഇവിടെ ബേഡ്സിൻ്റെ പ്രസൻസ് ഏറ്റവും കൂടുതലുള്ള സ്ഥലം നോക്കി അവിടെ ക്യാമറ സെറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഇഷ്ടംപോലെ ഫോട്ടോസ് കിട്ടും. അതിനും മാത്രം ബേഡ്സ് ഉണ്ട് ഈ എസ്റ്റേറ്റിൽ. പക്ഷെ നമ്മൾ ഈ എസ്റ്റേറ്റ് ചുറ്റി നടന്ന് കാണുമ്പോൾ പക്ഷികളെ കണ്ടെത്തൽ അത്ര എളുപ്പമായിരിക്കില്ല. ഇതാണ് ബംഗ്ലാവിൻ്റെ ബാക്ക് വശം. അങ്ങനെ റൂമിൽ തിരിച്ചെത്തി ഫ്രഷായി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. ഇതൊക്കെയാണ് ബ്രേക്ക്ഫാസ്റ്റിനുള്ളത്. ഇഡ്ഡലി, ദോശ, ഓംലെറ്റ്, ബ്രെഡ് ബട്ടർ ജാം, അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ്. നല്ല അടിപൊളി ഫുഡാണ്. അങ്ങനെ 10 മണിക്ക് നമ്മൾ ഇവിടെ നിന്ന് ചെക്ക് ഔട്ട് ചെയ്തു. ഉച്ചയ്ക്ക് 1 മണി മുതൽ പിറ്റേന്ന് 11 മണി വരെ നമുക്കിവിടെ സ്റ്റേ ചെയ്യാനുള്ള ടൈമുണ്ട്. അപ്പോൾ ഗൂഗിൾ റിവ്യൂ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു പ്രോപ്പർട്ടിയുടെ കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്കറിയാൻ പറ്റും. ആർക്കെങ്കിലും വരാൻ താല്പര്യമുണ്ടെങ്കിൽ ഇവിടുത്തെ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നേരിട്ട് വിളിച്ച് കോൺടാക്റ്റ് ചെയ്താൽ ബാക്കിയുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റും. പോണ വഴിക്ക് ഒരു വൈറ്റ് ത്രോട്ടഡ് കിങ്ഫിഷർ. നമ്മൾ ഇന്നലെ എസ്റ്റേറ്റ് വിസിറ്റിന് പോയത് ഈ കയറ്റം കയറുമ്പോൾ തന്നെയുള്ള റൈറ്റിലേക്കുള്ള ഈ മണ്ണ് വഴിക്കാണ്. അപ്പോൾ കാടും തേയിലത്തോട്ടങ്ങളും ഇഷ്ടപ്പെടുന്നവർക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും അനുഭവപ്പെടാതെ നമ്മുടെ ഇഷ്ടത്തിന് റിലാക്സ് ചെയ്ത് ഇതൊക്കെ കണ്ട് ആസ്വദിക്കുക എന്നുള്ളതാണ് ഈ അണലി എസ്റ്റേറ്റിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അങ്ങനെ തിരിച്ചു പോകുമ്പോൾ അതിരപ്പള്ളി റൂട്ടിൽ ഷോളയാർ ഭാഗത്ത് വെച്ച് കണ്ട ഒരു കാഴ്ചയാണ് ഈ അമ്മയാനും ഒരു കുട്ടിയാനും. ഒരുപാട് തവണ ഈ റൂട്ട് കാണിച്ചിട്ടുള്ളത് കൊണ്ടാണ് വീണ്ടും ഇതിൽ ഉൾപ്പെടുത്താത്തത്. അത് കഴിഞ്ഞ് ആനക്കയ എത്തിയപ്പോൾ നമുക്ക് വീണ്ടും ഒരു 3 ആനകളുടെ സൈറ്റിങ് കിട്ടി. ഇതൊക്കെയാണ് ഈ വാൽപ്പാറ ട്രിപ്പിൽ കണ്ട കാഴ്ചകൾ. അപ്പോൾ അടുത്ത വീഡിയോ മറ്റൊരു സ്ഥലം. ഓക്കെ, ബൈ.